നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിച്ച ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. അവർക്ക് വീണ്ടും 1 മാസത്തെ ഗഡു കൂടി വരികയാണ്. അതുപോലെ തന്നെ മറ്റ് പെൻഷനുകളുടെ വിതരണം എന്തായിരിക്കും എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ആയി നമ്മൾ നോക്കാൻ പോകുന്നത് സ്ത്രീ സുരക്ഷാ പെൻഷനെ കുറിച്ചാണ്. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് മാസം 1000 രൂപയുടെ പെൻഷൻ പദ്ധതിയായിരുന്നു സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ മാസം ചില ആളുകൾക്ക് പെൻഷൻ ലഭിച്ചു. അന്ന് ലഭിക്കാത്ത ആളുകൾക്ക് ഈ മാസം 2000 രൂപയും, കഴിഞ്ഞ മാസം പെൻഷൻ ലഭിച്ച ആളുകൾക്ക് ഈ മാസം 1000 രൂപയുമാണ് ലഭിച്ചത്. നിങ്ങൾക്ക് ഇങ്ങനെ എത്ര രൂപയാണ് ലഭിച്ചത്? 1000 രൂപ ലഭിച്ച ആളുകൾ അതൊന്ന് കമൻറ്റ് ചെയ്യുക. അതിൽ 2000 രൂപ ലഭിച്ച ആളുകൾ അതും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഏതായാലും അന്ന് ലഭിച്ച പെൻഷൻ ലഭിച്ച ആളുകൾക്ക് ഇപ്പോൾ വീണ്ടും ഒരു 1000 രൂപ കൂടി വരികയാണ്. വിഷുവിന് മുമ്പായി തന്നെ ഈ പണം അവരുടെ അക്കൗണ്ടിൽ എത്തുന്നതാണ്. അന്ന് അപ്രൂവലായി പെൻഷൻ ലഭിക്കാത്ത ഇനിയും കുറച്ച് ആളുകളുണ്ട്. അന്ന് സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിച്ച ആളുകൾ എസ് എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഏതായാലും അന്ന് ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിച്ച ആളുകൾ അതല്ലാതെ ലഭിക്കാത്ത ഒരുപാട് ആളുകളുണ്ടായിരുന്നു. പെൻഷൻ അപേക്ഷ നോക്കുന്ന സമയത്ത് അപ്രൂവലായ ആളുകൾ ഒരുപാട് ആളുകൾക്ക് അന്ന് പെൻഷൻ ലഭിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള ആളുകൾക്കും അന്ന് 3000 രൂപയായിരിക്കും ലഭിക്കുക. ഇതുവരെ പെൻഷൻ തീരെ ലഭിക്കാത്ത ആളുകൾക്കായിരിക്കും ഈ ഒരു 3000 രൂപ ലഭിക്കുക. അതുപോലെ തന്നെ അന്ന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത ഒരുപാട് ആളുകളുണ്ടായിരുന്നു. പലർക്കും പല കാരണം കൊണ്ടാണ് അന്ന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാതിരുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവരുടെ റേഷൻ കാർഡ് വെള്ള നീല റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഈ ഒരു പെൻഷൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കില്ല. അങ്ങനെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് അന്ന് ചുവപ്പ് റേഷൻ കാർഡിലേക്ക് മാറാൻ അവസരമുണ്ടായിരുന്നു. ആ സമയത്ത് അപേക്ഷ കൊടുത്ത് ചുവപ്പ് റേഷൻ കാർഡിലേക്ക് മാറിയ ആളുകൾക്കും ഇപ്പോൾ പെൻഷൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. നിങ്ങളുടെ റേഷൻ കാർഡിൻ്റെ കോപ്പി, ആധാർ കാർഡിൻ്റെ കോപ്പി, ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി, നിങ്ങളുടെ പ്രായം തെളിയിക്കുന്ന SLC ബുക്ക്, അതല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, ലൈസൻസ് മുതലായ ഏതെങ്കിലും രേഖയുമായി നിങ്ങൾ തൊട്ടടുത്തുള്ള ഓൺലൈൻ സെൻറ്ററുകളിലോ അതല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അപേക്ഷ വെരിഫൈ ചെയ്ത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്കും പെൻഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റ് പെൻഷൻ ലഭിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ഈ മാസം 4000 രൂപയായിരിക്കും പെൻഷൻ ലഭിക്കുക. സർക്കാർ ആദ്യം പറഞ്ഞിരുന്നത് 26-ാം തീയതി ലഭിക്കുമെന്നായിരുന്നു. പിന്നീട് അത് മാറ്റി 4000 രൂപ ഒരുമിച്ച് നൽകാൻ പോവുകയാണ്. ഈ മാസം 30-ാം തീയതിക്ക് മുമ്പ് തന്നെ അവർക്കുള്ള പെൻഷനും അവരുടെ അക്കൗണ്ടിൽ എത്തുന്നതാണ്. അതുപോലെ തന്നെ മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ, മറ്റ് ക്ഷേമനിധി പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്കെല്ലാം ഈ ഒരു മാസം തന്നെ പെൻഷൻ ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം.